RSSന്റെ സംഘപരിവാറിന്റെ ജ്ഞാനസഭ എന്ന് പറയുന്ന ഒരു പരിപാടി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചില VC-മാർ അതിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RSSന് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. പക്ഷേ അതിൽ കേരള സർവകലാശാലയിലെ VC-മാർ, സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന VC-മാർ പങ്കെടുത്തു എന്നത് ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, സർക്കാരിൻ്റെ എതിർപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ VC-മാരെ നിയമിച്ചത് ചാൻസലർ കൂടിയായ ഗവർണറാണ്. അപ്പോൾ സ്വാഭാവികമായും അത് RSS സംഘപരിവാർ അനുഭാവമുള്ള VC-മാരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും അവർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സംഭവം വിവാദമായതോടെ കുഫോസിന്റെ VC മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഡോക്ടർ ബിജുകുമാർ. ഗവർണർ അധ്യക്ഷനായ പരിപാടിയിൽ ഇത്തവണ RSSന്റെ ഭാരതാംബ എന്ന് പറയുന്ന പട്ടുസാരി ഉടുത്ത സ്ത്രീയുടെ ചിത്രം വച്ചിട്ടില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തിയോഫിൻ ചേരുകയാണ്. നോക്കാം എന്താണ് ജ്ഞാനസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആ വിശദീകരണത്തിൽ കുഫോസ് VC പറയുന്നത് എന്താണെന്ന് നോക്കാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഈ ജ്ഞാനസഭയിൽ സംഘപരിവാറിന്റെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായതോടെ വിശദീകരണ കുറിപ്പുമായി കുഫോസ് VC രംഗത്ത് വന്നിട്ടുണ്ട്. മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, ഗവർണർ അഡ്രസ് ചെയ്ത പരിപാടിയിലാണ് പങ്കെടുത്തത് എന്നൊക്കെ വിശദീകരണമൊക്കെ നൽകുന്നുണ്ട്. ഈ ഗവർണർ അഡ്രസ് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് തന്നെയാണല്ലോ ജ്ഞാനസഭ എന്ന് പറയുന്നത്. മറ്റു VC-മാർ ആരെങ്കിലും ഈ പരിപാടിയുടെ ഭാഗമായിരുന്നോ? മനു, ഈ ജ്ഞാനസഭ RSS ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവൽക്കരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. വിദ്യാഭ്യാസ കോൺക്ലേവ് എന്നാണ് പറയുന്നത്. അത് 2 ദിവസങ്ങളിലായി നടക്കുന്നു. ഇന്നലെ ആരംഭിച്ചു, ഇന്നും അത് തുടരും. ഇന്ന് സമാപിക്കുകയാണ്. ഇന്നലെ പ്രധാനമായും ഇതിൻ്റെ പല സെഷനുകളിലും ഇതിൻ്റെ ഒരു മുഖ്യാതിഥി, ഇതിൻ്റെ പല പരിപാടികളിലും, പ്രത്യേകിച്ച് ഉദ്ഘാടന പരിപാടിയിലും ഒപ്പം ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിലുമൊക്കെ ഇതിൻ്റെ മുഖ്യാതിഥി RSS മേധാവിയായ മോഹൻ ഭാഗവത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും നമുക്ക് ഒരു സംശയവും ഇതിനകത്ത് ഈ പരിപാടിയെക്കുറിച്ച് വേണ്ടതില്ല. ഇത് RSSന്റെ പരിപാടി തന്നെയാണ് എന്നതിൽ. എന്നാൽ ഈ പരിപാടിയിലാണ് ഇന്നലെ 4 VC-മാർ, കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള 4 VC-മാർ പങ്കെടുത്തത്. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ VC ഡോക്ടർ KK സാജു, കുഫോസ് VC A ബിജുകുമാർ, 4 പേർ പങ്കെടുത്തിരുന്നു. അത് വിവിധ സെഷനുകളിലായിട്ടാണ് പങ്കെടുത്തത്. ഈ ജ്ഞാനസഭയിൽ ഇവർ 4 പേർ പങ്കെടുത്തതായി ഇന്നലെ വാർത്ത വന്നതോടുകൂടി ആണ് പിന്നീട് ഈ വിശദീകരണ കുറിപ്പുമായി കുഫോസ് VC ഡോക്ടർ A ബിജുകുമാർ രംഗത്തെത്തിയത്. പക്ഷേ കുഫോസ് VC പറയുന്ന ഒരു കാര്യം ഇതാണ്: മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ താൻ പങ്കെടുത്തില്ല എന്നാണ്. അത് ശരിയാണ്, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ജ്ഞാനസഭയിൽ പങ്കെടുത്തില്ല എന്ന് പറയാൻ കുഫോസ് VCക്ക് കഴിയില്ല. കാരണം ജ്ഞാനസഭയുടെ ഭാഗമായുള്ള 2 സെഷനുകളാണ്. ഒന്ന് ഉച്ചയ്ക്ക് നടന്ന ഒരു സെഷനുണ്ട്, അതിനുശേഷമാണ് ഈ പ്രധാന പൊതുസഭ എന്ന് പേരിട്ട മോഹൻ ഭാഗവത് മുഖ്യ പ്രഭാഷണം നടത്തിയ പരിപാടി നടന്നത്. അതിൽ പങ്കെടുത്തിട്ടില്ല എന്നത് അംഗീകരിക്കാം. പക്ഷേ അതിന് മുൻപ് നടന്ന പരിപാടിയിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അത് പങ്കെടുത്തില്ല എന്ന് അദ്ദേഹം നിഷേധിക്കുന്നുമില്ല. ആ വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് മുൻപായി നടന്ന പരിപാടിയിൽ താൻ പങ്കെടുത്ത് തൻ്റെ വിശദീകരണം നൽകി എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രമാണ്. എന്തു തന്നെയാണെങ്കിലും ഇത് സംഘപരിവാർ ആസൂത്രണം ചെയ്ത പരിപാടിയാണ്, അല്ലെങ്കിൽ RSSന്റെ ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ്. കാവ്യവൽക്കരണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തുന്ന, കൃത്യമായ ആസൂത്രണത്തോടെ നടത്തുന്ന പരിപാടിയാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഇതറിഞ്ഞു തന്നെയാണ് ഈ VC-മാർ പങ്കെടുത്തത്. അതുകൊണ്ട് ഈ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. എന്തായാലും സംഭവം വിവാദമായതോടുകൂടി തടിയുരാൻ വേണ്ടി നടത്തിയൊരു വിശദീകരണ കുറിപ്പാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ വൈകിട്ട് മോഹൻ ഭാഗവത് ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ, ഗവർണറായിരുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ അധ്യക്ഷനായ ഒരു പരിപാടിയിൽ പോലും ഇവിടെ RSS പറയുന്ന ഭാരതാംബ ചിത്രം വയ്ക്കാൻ ഗവർണറുടെ ഭാഗത്തുനിന്നൊരു സമ്മർദ്ദം ഉണ്ടായില്ല എന്ന് എടുത്തു പറയേണ്ടത് കൂടിയാണ്. കാരണം RSS മേധാവി പങ്കെടുത്ത പരിപാടിയായിട്ട് പോലും. എന്നാൽ ഗവർണർ പലതവണ പറഞ്ഞിരുന്നു താൻ പങ്കെടുക്കുന്ന പരിപാടിയിലൊക്കെ ഈ ചിത്രം വെപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്തായാലും അത് ഇവിടെ യാഥാർത്ഥ്യമായില്ല. അപ്പോൾ RSSന് അങ്ങനെ ഒരു രാജ്യവ്യാപകമായ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും ഈ പരിപാടി RSSന്റെ സംഘപരിവാർ സംഘടനയായ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് RSS സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവരുടെ ഭാരതാംബയുടെ ചിത്രം വച്ചോ ഇല്ലയോ എന്നതല്ല തിയോഫിൻ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിലെ VC-മാർ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. അത് എങ്ങനെ നടക്കുന്നു എന്നതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം സ്വാഭാവികമായും സർക്കാരിൻ്റെ എതിർപ്പ് തള്ളിക്കൊണ്ട് ആ VC-മാരെ ഒക്കെ നിയമിച്ചത് ഗവർണറാണ്, ചാൻസലറാണ്. അപ്പോൾ അവർക്ക് സംഘപരിവാർ ചായ്വ് ഉണ്ടാവുക സ്വാഭാവികം. അതുകൊണ്ടാണല്ലോ അവരെ ഗവർണർ ആ പദവിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വന്തം കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ വേണ്ടി അവർ നടത്തുന്ന വലിയ ശ്രമങ്ങൾ, അതാണ് നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു കാണേണ്ടത്.
മനു, തീർച്ചയായും. അതായത് ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് കൂടി പറഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമാകും. അതായത് ഇന്നിപ്പോൾ രാവിലെ നടക്കാനിരിക്കുന്ന സെഷനുണ്ട്, 3 സെഷനുകളും അതിനുശേഷം സമാപന സമ്മേളനം, അങ്ങനെയാണെന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പരിപാടികൾ മുഴുവൻ മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. രാവിലത്തെ ഒരു പരിപാടിക്ക് മാത്രമാണ് പ്രവേശനം, ഏറ്റവും ഒടുവിൽ നടക്കുന്ന സമാപന സമ്മേളനം. അങ്ങനെ 2 പരിപാടികൾ മാത്രമേ മാധ്യമങ്ങളെ അത് കവർ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ഇതിനിടയിൽ നടക്കുന്ന സെഷനുകളിലെല്ലാം നിരവധി VC-മാർ പങ്കെടുക്കുന്നുണ്ട്. അതായത് രാജ്യവ്യാപകമായി പല സർവകലാശാലകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ പല സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നുണ്ട്. 200ഓളം വൈസ് ചാൻസലർമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. എങ്കിൽ കൂടി ഈ മുഴുവൻ പേരെയും എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിരവധി പേർ ഇതിനകത്ത് പങ്കെടുക്കുമെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സംഘപരിവാറിൻ്റെ വളരെ പ്ലാൻ ചെയ്ത് ഈ പ്രധാനമായും സർവകലാശാല മേധാവികളെ കൊണ്ടുവരുമ്പോൾ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, അത് എത്രത്തോളം ആസൂത്രിതമാണ്, എത്രത്തോളം അത് കാവ്യവൽക്കരണം അതിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമുണ്ട് എന്നത് നമുക്ക് വ്യക്തമാകുന്നത് കൂടിയാണ്. എന്തായാലും നിരവധി വൈസ് ചാൻസലർമാർ ഇന്നത്തെ പരിപാടിയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഇന്ന് പങ്കെടുക്കും. ഇതിലേക്കാണ്, അല്ലെങ്കിൽ ഈ പരിപാടിയിലേക്കാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. അപ്പോൾ സംഘപരിവാറിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഇവർ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണിത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതാംബ ചിത്രം എന്ന് പറയുന്നത്, അത് ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചതിനൊരു കാരണം എന്ന് പറയുന്നത്, ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ വയ്ക്കും, അല്ലെങ്കിൽ ഈ ചിത്രം വയ്ക്കുമെന്നും പുഷ്പാർച്ചന നടത്തുമെന്നും ഒക്കെ ഗവർണർ നേരത്തെ വാദിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മറുപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ അതുണ്ടായില്ല എന്നത് മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ RSSൻ്റെ പരിപാടിയായിട്ട് പോലും അത്തരമൊരു ശ്രമത്തിന് ഇവിടെ നടന്നില്ല, അല്ലെങ്കിൽ വിവാദമാക്കാൻ അവർ ശ്രമിച്ചില്ല. കാരണം പരിപാടി RSSൻ്റെ പരിപാടിയാണെന്ന് വ്യക്തമാണെങ്കിൽ കൂടി അത് പുറത്തു വരാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തുക, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സ്ലോ പോയിസണിങ് രീതി എന്ന് വേണമെങ്കിൽ പറയാം. പതിയെ ഈ സർവകലാശാലകൾ വഴി, സർവകലാശാല മേധാവികൾ വഴി അത്തരം സർവകലാശാലകളിലേക്ക് ഘട്ടം ഘട്ടമായി കടന്നു കയറുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. ആ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പരിപാടിയാണിത്. പ്രധാനമായും പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അതിൻ്റെ അഭിപ്രായ രൂപീകരണം, ക്രോഡീകരണം എന്നൊക്കെ പറഞ്ഞാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ കൂടി ആത്യന്തികമായ ലക്ഷ്യം ഈ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം തന്നെയാണ്.